ഹായ് മക്കളെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ദി സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്, പോഷകങ്ങളുടെ സോഴ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ ഫോർ മെറ്റാബോളിസം പ്രക്രിയയ്ക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ്. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും ചേർത്ത് പറയുന്നതാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റാബോളിസം കാരണം തന്നെയാണ് നമ്മുടെ ജീവൻ വരെ നിലനിൽക്കുന്നത്. അത് നമ്മൾ പഠിച്ചു നേരത്തെ. രണ്ടായിട്ടുണ്ട്, അനാബോളിസം ഉണ്ട്, കാറ്റാബോളിസം ഉണ്ട്. സിമ്പിൾ മോളിക്യൂൾ കോംപ്ലക്സ് മോളിക്യൂൾ ആകുന്നതാണ് അനാബോളിസം. അത് കോംപ്ലക്സ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ മോളിക്യൂൾ ആകുന്നതാണ് കാറ്റാബോളിസം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഹൗ ഡു അനിമൽസ് ഗെറ്റ് ദം? എങ്ങനെയാണ് അനിമൽസിന് അത് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും അല്ലേ നമുക്ക് കിട്ടുന്നത്? എങ്ങനെയാണ്? ഫ്രം ദ ഫുഡ് ദേ കൺസ്യൂം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ എനർജി. അപ്പോൾ പ്ലാന്റ്സിനോ? അവർ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടാണ്. നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും പഠിക്കാനുള്ളത്, ഇപ്പം ഞാൻ എടുക്കുന്ന ഈ പാട്ടിനകത്തും പഠിക്കാനുള്ളത് ഫോട്ടോസിന്തസിസും അതുമൂലമുണ്ടാകുന്ന കുറേ പ്രവർത്തനങ്ങളും ഫോട്ടോസിന്തസിസിൻ്റെ എത്ര ഫേസ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അനിമൽസിന് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും. അപ്പം പ്ലാന്റിന് കിട്ടുന്നത് അവർ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടാണ്. അവർ സ്വന്തമായിട്ട് ആഹാരം ഉൽപ്പാദിപ്പിച്ചിട്ടാണ് അനിമൽസിന് കിട്ടുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അവർ എന്താണ് പറയുന്നത്? അവരെ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പ്ലാന്റ്സിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ അവർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് എനർജി, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ആരാണ്? പ്ലാന്റ്സ്. അതിനെ നമ്മൾ അതുകൊണ്ട് എന്ത് വിളിക്കുന്നു? ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. പക്ഷെ മനുഷ്യനോ അല്ലെങ്കിൽ മൃഗങ്ങളോ അനിമൽസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനടങ്ങുന്നതിനാണ് അനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അനിമൽസോ ദേ ഡിപ്പെൻഡ് ഓൺ എന്തിനെയാണ്? പ്ലാന്റ്സിനെ. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മൾ പ്ലാന്റ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലാന്റ്സ്, അതായത് നമ്മൾ കായകൾ ഭക്ഷിക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നു, ഇലക്കറികൾ കഴിക്കുന്നു. അപ്പം ഡയറക്റ്റ്ലി നമ്മളതിനെ അപേക്ഷിക്കുന്നു. പക്ഷെ ഇൻഡയറക്റ്റ്ലി എന്ന് പറഞ്ഞാലോ, നമ്മൾ മിൽക്ക് കുടിക്കുന്നുണ്ട്. അപ്പം മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ കൗ പോയിട്ട് ഗ്രാസ് കഴിച്ചിട്ടല്ലേ മിൽക്ക് ഉണ്ടാകുന്നത്. അപ്പം ആ ഗ്രാസിനകത്ത് അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് പശു കഴിക്കുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു? പല പല ന്യൂട്രിയൻസും ഫാറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ട് നമ്മൾ എന്ത് കഴിക്കുന്നു? നമ്മൾ മിൽക്ക് കുടിക്കുമ്പോൾ നമ്മുടെ വയറ്റിലത് ചെല്ലുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ പ്ലാന്റിനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് നമ്മളെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അനിമൽസിനെ പറയുന്ന പേര് കൺസ്യൂമേഴ്സ് എന്നാണെന്ന്. പിന്നെ എന്തുകൊണ്ട് പറയുന്നത്? ഹെട്രോട്രോപ്സ് എന്നും പറയാറുണ്ട് അല്ലയോ? അതായത് പ്ലാന്റ്സിനെ പറയുന്നത് ഓട്ടോട്രോപ്സ് എന്ന് പറയാനുണ്ട്, മനുഷ്യനല്ല അനിമൽസിനെ പറയാറുണ്ട്, എല്ലാ അനിമൽസിനെയും പറയാനുണ്ട് ഹെട്രോട്രോപ്സ് എന്ന് അല്ലേ? ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്കിവിടെ എന്തോ പൂരിപ്പിക്കുന്നത്? വാട്ട് അബൌട്ട് പ്ലാന്റ്സ്? ഫോട്ടോസിന്തസിസ് വഴിയാണല്ലേ? ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്. ലിസ്റ്റ് ദ കോമ്പോണൻസ് ഓഫ് റിക്വയർ ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ലൈറ്റ് എന്ന് പറഞ്ഞായിരുന്നു, ലൈറ്റ് എനർജി എന്ന് പറയുന്നത്. പക്ഷെ വേറൊന്നും കൂടെ വേണം അവർക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ. എന്താണ്? ക്ലോറോഫിൽ വേണം അല്ലേ? ഹരിതകം വേണം. ഹരിതകം ഇല്ലാതെ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹരിതകം വേണം. അപ്പം അത് ഞാൻ പറയാൻ വിട്ടുപോയി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫില്ലും ഉണ്ട്. അപ്പം നമുക്കിവിടെ എഴുതാമല്ലോ. ഏതൊക്കെയാണ് പൂരിപ്പിക്കുന്നത്? ക്ലോറോഫിൽ എഴുതാം, സൺലൈറ്റ് എഴുതാം, പിന്നെന്തെഴുതാം? വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് പൂരിപ്പിക്കാമല്ലോ. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫോട്ടോസിന്തസിന് വേണ്ടുന്ന എന്തൊക്കെ എലമെൻസുകളാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കൊരു ബോക്സിൽ കിടക്കുന്നത് ആൽഗെ ആർ ദ ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരു കോശം മാത്രമുള്ളതിനെയാണ് യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം കോശങ്ങളുള്ളതിനെ മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഗെ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലാറും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. ആൽഗെ ആൻഡ് ദ ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ആർ പ്രൊക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലേ കാണത്തുള്ളൂ. അതിനകത്ത് ന്യൂക്ലിയസ് കാണില്ല, അതർ മെമ്പറൈൻ ബൗണ്ട് ഓർഗനല്ലേ കാണില്ല. നമ്മൾ 8th പഠിച്ചതാണ് പ്രൊക്കാരിയോട്സും യൂക്കാരിയോട്സും ഒന്നും. അതായത് യൂണിസെല്ലുലാറാണ് പ്രൊക്കാരിയോട്സ്.
അപ്പം വിച്ച് ആർ പ്രൊക്കാരിയോട്സ് ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതെല്ലാം ഈ ആൽഗെ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആവട്ടെ, ഒരെണ്ണം ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലാർ ഉണ്ട്, മൾട്ടി സെല്ലുലാർ. പിന്നെ ആൽഗെ ആൻഡ് ദ ബ്ലൂ ഗ്രീൻ ആൽഗെ പ്രൊക്കാരിയോട്സ് ആണ്. അതിന് ന്യൂട്രിയൻസ് കിട്ടുന്നത് ത്രൂ ഫോട്ടോസിന്തസിസ് വഴിയാണ്. ഓൺ വേർഡാണ് പഠിച്ചിരിക്കണം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ 1.8 ആൻഡ് ഡിസ്കസ് ദി പാർട്സ് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് മേക്ക് എ നോട്ട്. നോക്കൂ, ഇത് ആ ലീഫിൻ്റെ ഉപരിതലത്തിലുള്ള കോശങ്ങളുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെ സെല്ലുണ്ട്? ഇത് ലീഫിൻ്റെ സെല്ലാണ്. അപ്പം എപ്പിഡെർമൽ സെല്ലെന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ, ഒരു സെല്ലിൻ്റെ ഔട്ടർ ലെയറിലുള്ള സെല്ലുകളെയാണ് പറയുന്നത് എപ്പിഡെർമൽ സെല്ലെന്ന് പറയുന്നത്. പിന്നെ മീസോഫിൽ സെല്ലെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. അതിനകത്തുള്ള സെല്ല് കാണിക്കുന്നുണ്ടല്ലോ, ആ ഭാഗം കാണിക്കുന്നുണ്ടല്ലോ, ഈ പിക്ചറിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ, അകത്തുള്ള സെല്ലുകളെയാണ് മീസോഫിൽ സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ മീസോഫിൽ സെല്ലുകളിലാണ് ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് ഈ മീസോഫിൽ സെല്ലുകളിലാണ്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് കൊണ്ടുള്ള ഗുണം എന്താണ്? ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എന്തുവാണ്? സ്റ്റൊമാറ്റോയെ പറ്റി നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റൊമാറ്റോ എന്നത് ടൈനി ഓപ്പണിങ്സ് ആണ്, ചെറിയ സുഷിരങ്ങളാണ്. അപ്പോൾ ഈ സുഷിരങ്ങൾ വഴി നടക്കുന്ന എന്താണ്? ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് ഈ സുഷിരങ്ങൾ വഴി നടക്കുന്നത്. ഗ്യാസ് എൻ്റർ ചെയ്യുന്നതും പുറത്തു പോകുന്നതും എല്ലാം ഇത് വഴിയിട്ടാണ്, ഈ സ്റ്റൊമാറ്റോ വഴിയാണ്. ഞാൻ പറഞ്ഞല്ലോ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ധാരാളമുള്ളത് എവിടെയാണ്? മീസോഫിൽ സെല്ലുകളിലാണെന്ന് ഞാൻ പറഞ്ഞു. താഴെ കൊടുത്തേക്ക് നോക്കൂ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്ക്. ഔട്ടർ മെമ്മറൈൻ ഉണ്ട്, ഇന്നർ മെമ്മറൈൻ ഉണ്ട്. അപ്പോൾ 2 മെമ്മറൈൻ ഉണ്ട്. അത് പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഔട്ടർ മെമ്മറൈൻ ഉണ്ട്, ഇന്നർ മെമ്മറൈൻ ഉണ്ട്. പിന്നെന്തുള്ളത്? സ്റ്റോമ ദ ഫ്ലൂയിഡ് പാർട്ട്. അതിനകത്ത് കണ്ടോ, നമുക്ക് പിക്ചറിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലൂയിഡായിട്ടുള്ള പാർട്ടുകളുണ്ട്. പിന്നെ സ്റ്റോമ ദ ഫ്ലൂയിഡ് പാർട്ടുണ്ട്, സ്റ്റോമ ലാമല്ലയുണ്ട്. സ്റ്റോമ ലാമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടോ, നാണയങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കണക്കുണ്ട്. അപ്പം 2 നാണയങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന കണക്ക് കണ്ടില്ലയോ? അതിനെ പറയുന്ന പേരാണ് തൈലക്കോഡ്സ്. അതിൽ ഒരെണ്ണത്തിന്, ആ നാണയങ്ങളായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് ഒരെണ്ണത്തിനെ പറയുന്ന പേരാണ് തൈലക്കോഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സാക്കിനെ, ആ കൂട്ടത്തിനെ പറയുന്ന പേരാണ് ഗ്രാന. അപ്പോൾ ഒരെണ്ണത്തിനെ പറയുന്ന പേര് തൈലക്കോഡ്സ്. പിന്നെന്തുവാണ്? സാക്ക് ഓഫ് തൈലക്കോഡ്സ് ക്ലോറോഫിൽ ഈസ് സീൻ. അപ്പോൾ അതിൻ്റെ സാക്കിനെ പറയുന്നത് ഗ്രാന. അവിടെ ധാരാളം എന്ത് കാണുന്നുണ്ട്? ക്ലോറോഫിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തുവാ? സ്റ്റോമ ലാമല്ല എന്ന് പറഞ്ഞാൽ 2 ഗ്രാനെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നത് കണ്ടോ? അതിനെ പറയുന്ന പേരാണ് സ്റ്റോമ ലാമല്ല എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായല്ലോ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു പിക്ചറാണിത്. അതിന് ഔട്ടർ മെമ്മറൈൻ ഉണ്ട്, ഇന്നർ മെമ്മറൈൻ ഉണ്ട്. പിന്നെ സ്റ്റോമ ദ ഫ്ലൂയിഡ് പാർട്ടുണ്ട്. അതിനുശേഷം മെമ്മറൈൻ സാക്കിനെ എന്തെന്ന് പറഞ്ഞാൽ തൈലക്കോഡ്സ് എന്ന് പറയും. ഇനി തൈലക്കോഡ്സിൻ്റെ സാക്കിനെ പറയുന്ന പേരാണ് ഗ്രാന എന്ന് പറയുന്നത്. അതിനകത്ത് ക്ലോറോഫിൽ സീനിൻ ഗ്രാന. മനസ്സിലായല്ലോ? ഇത് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ് നമ്മൾ മുകളിൽ കണ്ടത്. അതിനകത്ത് എന്താണ്? സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടു. പൊസിഷൻ ഓഫ് ക്ലോറോഫിൽ എവിടെയാണുള്ളത്? ഗ്രാനയിലാണെന്ന് കണ്ടു. തൈലക്കോഡ്സ് കണ്ടു. തൈലക്കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറൈൻ ആണ്. പിന്നെ എന്താ? ഗ്രാന എന്ന് പറയുന്നത് സാക്ക് ഓഫ് തൈലക്കോഡ്സിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. അതിനകത്താണ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്. പിന്നെ സ്ട്രോമ. ഇത്രയും പഠിച്ചല്ലോ. ഇനി ഫോട്ടോസിന്തസിസ് എന്തോന്ന് പഠിക്കും. ഫോട്ടോസിന്തസിസ് ഹാസ് 2 phases. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു തന്നു ഫോട്ടോസിന്തസിസ് എന്തുവാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു ക്ലാസ്സിലെല്ലാം നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിച്ചിട്ടുണ്ട്. അതിന് 2 phase ഉണ്ട്. ഫോട്ടോസിന്തസിസിന് 2 phase ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ആ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലൈറ്റ് ഫേസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഫേസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ലൈറ്റ് എനർജി ആവശ്യമാണെന്ന്. അപ്പോൾ നോക്കൂ, ടേക്ക് പ്ലേസ് ഇൻ ദ ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഗ്രാന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തൈലക്കോഡ്സിൻ്റെ സാക്കിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നാണയം പോലെ ഇരിക്കുന്ന പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ വെച്ചിട്ടാണിത് നടക്കുന്നത്. എന്താ വേണം? ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. സൺലൈറ്റിൻ്റെ ആ ഒരു പ്രസൻസിലാണ് നടക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേരുമ്പോഴാണ് വാട്ടറിൻ്റെ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും വേർതിരിയും. നമ്മൾ പറഞ്ഞല്ലോ വാട്ടറും വേണം ഫോട്ടോസിന്തസിന് അല്ലേ. പിന്നെ
എക്സ്പെൽ ഓക്സിജൻ, ഓക്സിജനെ പുറന്തള്ളും. നമുക്കറിയാം ഏതാണ് ഫോട്ടോസിന്തസിന് പകരമായിട്ട് പുറന്തള്ളുന്ന വാതകം ഗ്യാസ് ഏതാണ്? ഓക്സിജനാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ റീച്ച് സ്ട്രോമ, സ്ട്രോമയിൽ എന്തെത്തും? ഹൈഡ്രജൻ എത്തും. ATP ദ എനർജി മോളിക്യൂൾസ് ഈസ് ഫോംഡ്. ATP ഒക്കെ പറ്റി പഠിച്ചു. എനർജി മോളിക്യൂൾസിനെയാണ് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെങ്കിലുള്ള ആ മോളിക്യൂളാണ് ATP എന്ന് പറയുന്നത്. എനർജി മോളിക്യൂളാണ് ATP. അപ്പം ലൈറ്റ് ഫേസ് മനസ്സിലായല്ലോ. ഇനി ഡാർക്ക് ഫേസ് നോക്കാം നമുക്ക്. ടേക്ക് പ്ലേസ് ഇൻ ദ സ്ട്രോമ, സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, മറ്റേ ഗ്രാനയിൽ വെച്ചിട്ടാണ്. ലൈറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ഡാർക്ക് ഫേസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ലൈറ്റ് ഫേസിൻ്റെ ആവശ്യമില്ല. ഹൈഡ്രജൻ ആൻഡ് എനർജി റിക്വയർഡ് ഫോർ ദിസ് ഫേസ്. അപ്പോൾ ഹൈഡ്രജൻ വേണം, അതുകൊണ്ടാണല്ലോ ഗ്രാനയിൽ വെച്ചിട്ട് ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജൻ പുറന്തള്ളി ഓക്സിജൻ എവിടോട്ട് പോയി? സ്ട്രോമയിലോട്ട് പോയി. പിന്നെ ATP ഉണ്ടായെന്ന് പറഞ്ഞു, എനർജി ആവശ്യമാണ്. അപ്പോൾ ATP മോളിക്കൂളും ആവശ്യമുണ്ട്. ഫോർ ദി ഫേസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ലൈറ്റ് ഫേസ്. അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന, നേടിയെടുക്കുന്നത് ATPയും വെച്ച് ഹൈഡ്രജനും വെച്ചിട്ടാണ് ഇതിൽ പ്രവർത്തനം നടക്കുന്നത്. പിന്നെ എന്താണ്? ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജനും വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും വേണം. അത് എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നേ, ഫോട്ടോസിന്തസിന് കാർബൺ ഡൈ ഓക്സൈഡും ആവശ്യമാണ്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെന്താണ്? ഹൈഡ്രജനും ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഓക്സിജൻ നമ്മൾ ലൈറ്റ് ഫേസിൽ വെച്ച് തന്നെ ഓക്സിജൻ പുറന്തള്ളി അല്ലേ? ആ ഓക്സിജൻ അല്ലേ നമ്മൾ ശ്വസിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ ആ പിക്ചർ കാണുമ്പോൾ നമുക്ക് തന്നെ ഉണ്ട്, സൺലൈറ്റ് പുറത്തുനിന്ന് വരുന്നുണ്ട്, വാട്ടറുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നുണ്ട്, പിന്നെ ഗ്രാനയിൽ വെച്ച് നടക്കുന്നു, ഓക്സിജൻ പുറന്തള്ളുന്ന പിക്ചറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടാണ് പോകുന്നത്? സ്ട്രോമയിലോട്ടാണ് പോകുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടു. ഹൈഡ്രജൻ ATP എന്നാണ് സ്ട്രോമയിലോട്ട് പോകുന്നു. ഇതെല്ലാം കണ്ടു. ഇനി ഫില്ല് ചെയ്യാനുള്ളതാണ് ഹിൻസ്. ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. പ്ലേസ് വെയർ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ലൈറ്റ് ഫേസിൽ വെച്ചിട്ട് എവിടെ വെച്ചിട്ടാണ് നമുക്ക്? ഗ്രാനയിൽ. ഡാർക്ക് ഫേസിൽ എവിടെ വെച്ചിട്ടാണ്? സ്ട്രോമയിൽ. റിയാക്ഷൻസ് എന്താണ്? വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജനായി മാറുന്നു. നമുക്കറിയാം വാട്ടർ മോളിക്യൂൾ ഏതാണ്? H2. അപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. പിന്നെ ATP ഫോം ചെയ്യുന്നു. ഡാർക്ക് ഫേസിലോ? ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. പ്രോഡക്ട്സ് ഏതാണ്? ഓക്സിജൻ, ATP, ഹൈഡ്രജൻ. അതല്ലേ പ്രോഡക്ട്സ്. പിന്നെ ഡാർക്ക് ഫേസിലോ? ഗ്ലൂക്കോസ്. നോക്കൂ, മെൽവിൻ കാൽവിൻ, ഹി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 1961 ഫോർ എക്സ്പ്ലെയിനിങ് ദി റിയാക്ഷൻ ഇൻ ദ ഡാർക്ക് ഫേസ്. ഡാർക്ക് ഫേസിൽ വെച്ചിട്ട് നടക്കുന്ന റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തതിന് 1961 അദ്ദേഹത്തിന് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടി. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻസ് 1.110 ബൈ ഇൻക്ലൂഡിങ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. എന്തൊക്കെയാണ് ഫോട്ടോസിന്തസിൻ്റെ റിയാക്ട്സുകൾ? ആദ്യത്തേത് വാട്ടറുണ്ട്, രണ്ടാമത്തതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, മൂന്നാമത് സൺലൈറ്റും ക്ലോറോഫിലും ചേരുന്നു. പിന്നെ എന്താണ് ലഭിക്കുന്നത്? എന്താണ്? ഓക്സിജൻ, പിന്നെന്താണ്? ഗ്ലൂക്കോസ്. മനസ്സിലായാലും അത്രയും എഴുതി ചേർക്കണം അവിടെ. പിന്നെ വേരിയസ് ന്യൂട്രിയൻസ് ഫ്രം ഗ്ലൂക്കോസ്. ഈ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ടെന്നല്ലോ പറഞ്ഞ്, ഈ ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പഠിക്കും. ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് അത് ഉണ്ടാക്കുന്ന ഫുഡ് ഏത് രൂപത്തിലാണ്? ഗ്ലൂക്കോസ് രൂപത്തിലാണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിസോൾവ്ഡ് ക്വിക്ക്ലി ഇൻ വാട്ടർ. വാട്ടറിൽ പെട്ടെന്നത് ഡിസോൾവ് ആവും. സോ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ആസ് എ ഇൻസൊല്യൂബിൾ സ്റ്റാർച്ച്. അതുകൊണ്ട് തന്നെ അതിന് എന്തായിട്ടത് സ്റ്റോർ ചെയ്ത് വെക്കണം? വെള്ളത്തിൽ ലയിക്കാത്തതായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനെന്താണത്? സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റാർച്ച് വെള്ളത്തിൽ ലയിക്കില്ല. എനർജി റിക്വയർഡ് ഫോർ ദ ലൈഫ് പ്രോസസ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്റ്റാർച്ച്. ഈ സ്റ്റാർച്ചിൽ നിന്നാണ് പിന്നീട് അതിൻ്റെ ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള, ആ പ്ലാന്റിൻ്റെ ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എനർജി റിക്വയർഡ് ആവുന്നത്, കിട്ടുന്നത്. മെനി സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് വെൻ സ്റ്റാർച്ച് അണ്ടർഗോസ് മെറ്റാബോളിസം. മെറ്റാബോളിസം മനസ്സിലായല്ലോ? അതിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ, ആ പ്ലാന്റിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ. മെനി സബ്സ്റ്റൻസസ് ആർ പ്രൊഡ്യൂസ്ഡ്, ഒരുപാട് സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെൻ സ്റ്റാർച്ച് അണ്ടർഗോ മെറ്റാബോളിസം, സ്റ്റാർച്ചിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ മൂലം ഒരുപാട്
സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാർച്ചിലെ മെറ്റബോളിസത്തിൻ്റെ പ്രക്രിയയിൽ മൂലം ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സോഴ്സ് ഓഫ് വേരിയസ് ന്യൂട്രിയൻസ് ഉണ്ടാകുന്നു. സ്റ്റാർച്ച്, സൂക്രോസ്, ഫ്രൂക്ടോസ്, ഫാറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻസ് ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി നോക്കൂ, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് മൂലം ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ആവുന്നെന്ന് നമ്മൾ പറഞ്ഞു. ആ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ അത് മെറ്റബോളിസത്തിന് വിധേയമായിട്ട് സൂക്രോസ് ഉണ്ടാകുന്നു. പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനാണ്. എന്തൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും? നമ്മൾ മേളിൽ വായിച്ചതെല്ലാം ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. പ്രോട്ടീന്, പിന്നെ ഫാറ്റ്, സൂക്രോസ്, ഫ്രൂക്ടോസ്, പിന്നെ വിറ്റാമിൻസ് ഉണ്ട്, പിന്നെ സ്റ്റാർച്ച്, ഇതെല്ലാം ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഡിഡിൻറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ പ്ലാന്റ്സ് ഗെറ്റ് ന്യൂട്രിയൻസ്? ഇങ്ങനെയാണ് പ്ലാന്റിന് ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസ് വെള്ളത്തിൽ സോല്യൂബിളാണ്, അതുകൊണ്ട് അതിനെ സ്റ്റാർച്ച് രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റാർച്ചിന് മെറ്റബോളിസം സംഭവിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറുന്നു? ഫാറ്റ്, വിറ്റാമിൻസ്, പിന്നെന്താണ് നമ്മൾ സൂക്രോസ്, ഫ്രാക്ടോസ്, അങ്ങനെ പല പല ന്യൂട്രിയൻസുകളായിട്ട് മാറുന്നു. പിന്നെ നമ്മൾ അതർ ഓർഗാനിസം റിസീവ്സ് ദീസ് ന്യൂട്രിയൻസ് ഫോർ ദെയർ ലൈഫ് ആക്ടിവിറ്റീസ്. മറ്റുള്ള ഓർഗാനിസം, അതായത് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞവർ, അവർ എന്ത് ചെയ്യുന്നു? ഈ ഓർഗാനിസം റിസീവ് ദീസ് ന്യൂട്രിയൻസ് ഫോർ ദെയർ, അവരുടെ ജീവിതത്തിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇത് സ്വീകരിക്കുന്നു. കാരണം നമ്മൾ പ്ലാന്റ്സ് കഴിക്കുകയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നു, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കഴിക്കുന്നു. ചില ഫ്ലവറുകൾ കഴിക്കുമല്ലോ നമ്മൾ, കോളിഫ്ലവർ, പിന്നെന്തുവാണ്, അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സുകൾ കഴിക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് യു നോ അബൌട്ട് ന്യൂട്രീഷൻ ആൻഡ് ന്യൂട്രിയൻസ്. ലിസ്റ്റ് ദി ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ്? ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മിനറൽസ്, വാട്ടർ, വിറ്റാമിൻ, ഇതൊക്കെയാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ത്രൂ മെറ്റാബോളിസം റീച്ച് ഹെർബിവറസ് ത്രൂ ഫുഡ്. അപ്പം മനസ്സിലായല്ലോ, ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ആണ് ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രൂ മെറ്റാബോളിസം. മെറ്റാബോളിസം എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് ഒരു മെറ്റാബോളിസമാണ്. റീച്ച് ഹെർബിവറസിലെത്തുന്നു ത്രൂ ഫുഡ്. ഹെർബിവറസ് എന്ന് വെച്ചാൽ സസ്യഫുക്കുകൾ, സസ്യം മാത്രം കഴിക്കുന്നവർ, ഫുഡ് വഴി. ഹെർബിവറസ് ആർ ഈറ്റൺ ബൈ കാർണിവറസ്. മാംസഫുക്കുകൾ എന്ത് ചെയ്യുന്നു? ഈ ഹെർബിവറസിനെ കഴിക്കുമ്പോൾ മാംസഫുക്കുകൾക്കും എന്തെത്തുന്നു? ഈ പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ന്യൂട്രിയൻസ് കിട്ടുന്നു. ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് വൈ പ്ലാന്റ്സ് ഈസ് കാൾഡ് ആട്ടോട്രോപ്സ്? ഞാൻ പറഞ്ഞു തന്നു ഓട്ടോട്രോപ്സ്. ആൻഡ് അനിമൽസ് ആർ കാൾഡ് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സ്, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അനിമൽസിനെ പറയുന്ന പേരെന്താണ്? ഹെറ്ററോട്രോപ്സ്, അതായത് കൺസ്യൂമേഴ്സ്. പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഓൺ ലാൻഡ്. അതൊന്നും പറഞ്ഞു തരണ്ടല്ലോ. അതായത് വാട്ടറിലും വളരും, അതുപോലെ തന്നെ ലാൻഡിലും വളരും. ഹൂ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻ ആൻഡ് അതർ വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞു. പ്ലാന്റ് ഒരു പ്രൊഡ്യൂസേഴ്സ് ആണെന്ന് പറഞ്ഞു. ആൽഗെ, സീവീഡ്, ഫൈറ്റോപ്ലാങ്ക്ടൺ, ഓഷ്യാനിക് പ്ലാന്റ്സ്. Substantial amount of oxygen in the atmosphere is released by producers in the ocean. ഓഷനിലെ പ്രൊഡ്യൂസേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആൽഗ അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? ആവശ്യത്തിനുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ അറ്റ്മോസ്ഫിയർ റിലീസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ 3/4 ഓഫ് ദി എർത്ത് ഈസ് ഓഷൻ അല്ലേ? 4/3 ഭൂമിയെ വലയം ചെയ്തെടുക്കുന്ന ഓഷനാണ്. പൊല്യൂഷൻ ഈസ് ദ മോസ്റ്റ് സീരിയസ് ത്രെഡ് ദ മറൈൻ എക്കോസിസ്റ്റം ഫേസസ്. അത് ഓഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പൊല്യൂഷനാണ്. ഓഷനിൽ മാത്രമല്ല, നമ്മൾ എവിടെയും ഫേസ് ചെയ്യുന്നൊരു കാര്യം പൊല്യൂഷൻ തന്നെയാണ്. സ്പീഷീസ് ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റ് ഇൻ ലാർജ് നമ്പേഴ്സ്. എക്സ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇല്ലാതായി പോകുന്നു സ്പീഷീസ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ഓഷൻ പൊല്യൂഷൻ? ഡിസ്കസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. റെഡ്യൂസ്. അപ്പം അതിനുള്ള പ്രിക്കോഷൻസ് ഏതൊക്കെയാണ്? റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ബീച്ച് ക്ലീനിങ് ഷുഡ് ബി പ്രൊമോട്ടഡ്. സപ്പോർട്ട് എക്കോ ഫ്രണ്ട്ലി ഫിഷിംഗ് പ്രാക്ടീസസ്. അവോയ്ഡ് കെമിക്കൽസ്. അവോയ്ഡ് മൈക്രോബീഡ്സ്. മൈക്രോബീഡ്സ് എന്ന് പറഞ്ഞാൽ ടൈനി പാർട്ടിക്കിൾസ് യൂസ്ഡ് ഇൻ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ലൈക്ക് ഫേസ് വാഷ്, ടൂത്ത് പേസ്റ്റ്. ദേ ആർ ഹാംഫുൾ ഇൻ
environment. At last it reached the seabed. Are food and oxygen the only thing that plants provide? അത് രണ്ടുമാണോ? Arrive at inferences by analyzing the illustration. And നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അതിന് പുറമേ ഉള്ളത്? റബ്ബർ ലാറ്റക്സ്, റബ്ബറിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് ലാറ്റക്സ് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടല്ലേ നമ്മൾ ടയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ അതൊരു ഉപയോഗമാണ്. പിന്നെ മെഡിസിനൽ പ്ലാന്റുകളുണ്ട്. അപ്പോൾ നമ്മൾ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്ന പല പല പ്ലാന്റുകളുണ്ട്. അതുപോലെ തന്നെ സ്പൈസസ് ഉണ്ട്, വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പൈസസ് ഉണ്ട്. അങ്ങനെ ഡ്രിങ്ക് ലൈക്ക് കോഫി ആൻഡ് ടീ. അതുപോലെ തന്നെ ബയോ പെസ്റ്റിസൈഡ്, അതായത് നമ്മൾ വേപ്പും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം നമ്മൾ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ജൈവ കീടനാശിനിയായിട്ട്. മാംഗ്രോവ്സ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടൽക്കാടുകൾ, ഗിഫ്റ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ഒരു ഗിഫ്റ്റാണ്, സമ്മാനം. മാംഗ്രോവ്സ് ആർ ഫൗണ്ട് വെയർ ബാക്ക് വാട്ടേഴ്സ് മീറ്റ് ദ സീ. സീയും ബാക്ക് വാട്ടേഴ്സും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്, കടലും കായലും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് എവിടുന്നുള്ളത്? മാംഗ്രോവ്സ് ഉള്ളത്. കേരള ഹാസ് 43 സ്പീഷീസ് ഓഫ് മാംഗ്രോവ്സ്. എത്ര എണ്ണം ഉണ്ട്? 43 ഇനങ്ങളുണ്ട്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ സാൾട്ട് വാട്ടറിൽ ഗ്രോ ചെയ്യുന്നു. ഒരു സ്റ്റേറ്റ് ഹാഡ് 70,000 ഹെക്ടേഴ്സ് ഓഫ് മാംഗ്രോവ്സ് ഇൻ 1975. 1975 70,000 ഹെക്ടേഴ്സ് ഓഫ് മാംഗ്രോവ്സ് ഉണ്ടായിരുന്നു. ബട്ട് 98% ഓഫ് ഇറ്റ് ഹാസ് ബീൻ ഡെസ്ട്രോയിഡ്. 98% എന്ത് സംഭവിച്ചു? ഡെസ്ട്രോയ് ചെയ്തു പോയി, നശിച്ചു പോയി. മാംഗ്രോവ്സ് പ്രൊവൈഡ് ഇൻവാല്യുബിൾ സർവീസസ് ടു ദി എൻവയോൺമെൻറ്റ്. പ്രകൃതിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്, അതൊരു ഫിഷ് വെൽത്തിൻ്റെ സോഴ്സാണ്. എ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽസ്, കോസ്റ്റൽ സോയിൽ കൺസർവ് ചെയ്യുന്നു, കാരണം ഇടിഞ്ഞു വീഴാതെ. ഡിഫൻസ് എഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ബൈ അബ്സോർവിങ് 4 to 5 times മോർ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പയർഡ് ടു എവർഗ്രീൻ ഫോറസ്റ്റ്. അതെന്താണ്? ഗ്ലോബൽ വാർമിംഗ് അറിയാമല്ലോ, ആഗോള താപനം അല്ലേ? കണ്ടൽക്കാടുകൾ 4-5 തവണ കൂടുതൽ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോട്ടോസിന്തസിസിൽ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടൽക്കാടുകൾ അബ്സോർവ് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റിനേക്കാളും. അങ്ങനെ ആഗോള താപനം തടയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് സുനാമിയെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മാംഗ്രോവ്സിൻ്റെ സർവീസസ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് നേച്ചർ ആൻഡ് ഹ്യൂമൻസ് ആർ റിസീവിങ് കൗണ്ട്ലെസ് സർവീസസ് ഫ്രം പ്ലാന്റ്സ്. നമുക്ക് ഒരുപാട് സർവീസുകൾ കിട്ടുന്നു പ്ലാന്റിൽ നിന്നും. ഓൺലി സം ഇൻഡിക്കേറ്റേഴ്സ് ആർ ഗിവൺ എബോ ആഫ്റ്റർ കളക്ടിങ് മോർ ഇൻഫർമേഷൻ ആൻഡ് ഓർഗനൈസ് സെമിനാറുകൾ പ്ലാന്റ് ദ പ്രൊട്ടക്ടർ ഓഫ് ബയോസ്ഫിയർ ഓർഗനൈസ് ചെയ്യാനാണ് പറയുന്നത്. എന്തുകൊണ്ട്? എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്കഷൻ നമുക്ക് ഈ സബ് ടോപ്പിക് കൂടെ കിട്ടിയല്ലേ? എക്കണോമിക് നമ്മൾ പറഞ്ഞു, പെപ്പറും അതും ഇതുപോലെ പറഞ്ഞത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണെന്നല്ലേ? ഓക്കെ, ബാക്കി വരുന്നതെല്ലാം കൺക്ലൂഷൻ പാർട്ടുകളാണ്. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത്രയൊക്കെ കണ്ടൻ്റ് ഉള്ളൂ. ഓക്കെ, താങ്ക് യു.